ഹലോ. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല, കിട്ടുന്ന ബസ്സിന് കയറി പോകാമെന്ന് വെച്ചിട്ടങ്ങ് ഇറങ്ങിയത്. ഇറങ്ങി നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തി. കുറേ നേരമായിട്ടും ബസ്സൊന്നും വരുന്നില്ല. കുറേ വണ്ടിയെല്ലാം പോകുന്നുണ്ട്, ബസ്സൊന്നും വരുന്നില്ല. എന്താ പറയുക, മൂഞ്ചിപ്പോയി. പിന്നെ എൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, ഒരു വിഷാദഭാവമാണ് എപ്പോഴും. അതെല്ലാം കഴിഞ്ഞ് കിട്ടിയ ബസ്സിന് നമ്മൾ നേരെ ചെറുപുഴയ്ക്ക് വിട്ടു. ഇനിയിപ്പോൾ ചെറുപുഴ എത്തിയിട്ട് വേണം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ. അങ്ങനെ നമ്മളിപ്പോൾ ചെറുപുഴ എത്തി. ചെറുപുഴ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം കിട്ടിയ ബസ്സിന് അടുത്ത ബസ്സിന് കിട്ടിയ ബസ്സിന് നമ്മൾ കയറി ഭീമനടിക്ക് പോകുന്നത് വെച്ചു. അപ്പോൾ ഇത് ചെറുപുഴ പാലം കേട്ടോ. ചെറുപുഴ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലേനെയും കണ്ണൂർ ജില്ലേനെയും ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന ഒരു പാലമാണ്, അങ്ങനെ വേണം പറയാം. അതെല്ലാം കഴിഞ്ഞ് ചിറ്റാലക്കാരും കഴിഞ്ഞ് നമ്മളൊരു വലിയ അതൊക്കെ ചിറ്റാലക്കൽ കഴിഞ്ഞൊരു വലിയ മലയെത്തി. സ്ഥലത്തിൻ്റെ പേരെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ, എന്തായാലും സ്ഥലം നല്ല രസമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭീമനടി എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു വന്നപ്പോൾ വേറെ സ്ഥലത്തും കൂടെ പോകാം. അപ്പോൾ കൊന്നക്കാട് ബസ് കിട്ടി. അങ്ങനെ കൊന്നക്കാട് ബസ്സിനൊക്കെ കൊന്നക്കാട് ബസ്സിന് കയറി. പിന്നെ ഒരു ഇരിപ്പന്നെ, വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞു കുറച്ച് ദൂരമുള്ളൂ. പിന്നെ KSRTC അല്ലേ, കുലുങ്ങി അങ്ങ് പോകാമല്ലോ, നല്ല രസമല്ലേ. അത് ബേക്കിലാണെങ്കിൽ പറയും വേണ്ടേ, അടിപൊളിയാണ്. പിന്നെ കൊന്നക്കാട് എത്തി. കൊന്നക്കാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, KSRTC ബസ്സും കൊണ്ട് ഫേമസ് ആയ സ്ഥലമാണ് കൊന്നക്കാട്. ഈ ലോങ് വണ്ടികളൊക്കെ വരുന്നതുകൊണ്ട് കൊന്നക്കാട് ഒരു ലോങ് വണ്ടികൾ ഡെസ്റ്റിനേഷനാണ് കൊന്നക്കാട്. അങ്ങനെ കൊന്നക്കാട് അത് രസമുണ്ട് കേട്ടോ കാണാൻ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മാലോത്തി. നമുക്ക് തിരിച്ച് ചെറുപുഴയ്ക്ക് വരേണ്ട ബസ് മാലോത്തുനിന്ന് തന്നെയുള്ളത്. അപ്പം മാലോത്തെത്തി സമയമുണ്ട്. അപ്പോൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചേക്കാമെന്ന് കരുതി ഒരു ചായയും ഒരു പഴംപൊരിയും കഴിച്ചു. പഴംപൊരി എപ്പോഴും ഒരു വീക്കെൻഡ്സ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു സ്കൂൾ കണ്ടു, നല്ല രസമുണ്ട് സ്കൂൾ കാണാൻ, അതുകൊണ്ട് എടുത്തത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടെല്ലാം കാഴ്ച എല്ലാം രസമാണ്. ഈ കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണെന്നൊന്നും നമ്മൾ വിചാരിക്കുകയില്ല, അതുപോലെ രസമാണ് എല്ലാ ഭാഗങ്ങളും. ഭയങ്കര ഫുള്ളും മലയും കാര്യങ്ങളും, എന്ത് രസമാണ് കാണാമെന്നറിയോ, ഒന്നും പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ചിറ്റാരക്കൽ എത്തിയിട്ട്